കാശുള്ളവർക്ക് മാത്രം MBBS പഠിച്ചാൽ മതിയോ, അങ്ങനെയാണോ ഈ ഒരു MBBS അബ്രോഡ് എന്നുള്ള സംഭവം? പെന്നിയും ട്വിസ്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യനാണ്. രാജ്യത്തിനനുസരിച്ചിട്ട് ഫീസിൽ വ്യത്യാസം വരും. പേഷ്യൻസ് എക്സ്പ്ലോഷർ നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഡിസീസസ് നമ്മുടെ ഇന്ത്യയിലുള്ള അത്രയും ഡിസീസസ് വേറെ കൺട്രിയിലുണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ പറഞ്ഞ കഡാവേഴ്സ്, അത് ഒരുവിധം ഇവിടെ ഒരു ഇല്ലാത്തൊരു കോളേജും പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ MBBS ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് നമുക്ക് ഇത്രയും ഒരുപാട് ഫിനാൻഷ്യൽ ബാധ്യതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ എബ്രോഡ് ആണെങ്കിലും നാട്ടിലാണെങ്കിലും എങ്ങനെയായാലും ഒരു 25-30 ലക്ഷം രൂപ ചുരുങ്ങിയത് വേണം. അപ്പോൾ എന്ന് വെച്ചാൽ ഏതൊരു സാധാരണക്കാരനും പഠിക്കാൻ പറ്റും. ഒരു സാധാരണ ഫാമിലിയിലുള്ളവർക്കും നമുക്ക് ലോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് പഠിക്കാൻ പറ്റാവുന്ന സാഹചര്യമുണ്ട്. അത് നമുക്ക് എത്രത്തോളം പ്രാക്ടിക്കലി പോസിബിൾ ആണോ, നമുക്ക് ഇത്രയും അതോ കയ്യിൽ കാശുള്ളവർക്ക് മാത്രം MBBS പഠിച്ചാൽ മതിയോ, അങ്ങനെയാണോ ഈ ഒരു MBBS അബ്രോഡ് എന്നുള്ള സംഭവം? അത് എല്ലാവർക്കും അത് ഓപ്പൺ ആണോ? ഇത് പിന്നെ എനിക്കും ഒരു പെന്നിയും ട്വിസ്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യനാണ്. ബിക്കോസ് ഫിനാൻഷ്യൽ സൈഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് പഠിക്കാൻ ആഗ്രഹിച്ച് ഫ്ലൈ ചെയ്യുന്നൊരു തീരുമാനം എടുക്കുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ. ഇപ്പോൾ അവിനാഷ് പറഞ്ഞില്ലേ 25 to 30 lakhs ഓൺ ആൻ ആവറേജ്. ഈ 25 to 30 lakh എന്നുള്ളത് ഓൺ ആവറേജ് ഏറ്റവും ചുരുങ്ങിയത് ഫോർ സർട്ടൻ കൺട്രീസ്. രാജ്യത്തിനനുസരിച്ചിട്ട് ഫീസിൽ വ്യത്യാസം വരും. ഇപ്പോൾ ഓൺ ആൻ ആവറേജ് 25 ലക്ഷം മുതൽ 30 ലക്ഷം വരെ വരുന്ന യൂണിവേഴ്സിറ്റികളും രാജ്യങ്ങളും ഉണ്ട്. 40 മുതൽ 50 ലക്ഷം വരുന്ന രാജ്യങ്ങളും യൂണിവേഴ്സിറ്റികളുണ്ട്. 50 മുതൽ 70 ലക്ഷം വരെ വരുന്ന രാജ്യങ്ങളും യൂണിവേഴ്സിറ്റികളുണ്ട്. ഓക്കെ, പക്ഷേ ഇന്ന് മെജോറിറ്റി അല്ലെങ്കിൽ ഒട്ടുമിക്ക രക്ഷിതാക്കളും ട്യൂഷൻ ഫീസിനെ കുറിച്ച് മാത്രമാണ് അറിയുന്നുള്ളൂ, അല്ലെങ്കിൽ അവിടെ വരുന്ന അക്കോമഡേഷനെ കുറിച്ച് മാത്രമാണ് അറിയുന്നുള്ളൂ. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ അതൊരു 18 ലക്ഷം 22 ലക്ഷത്തിൽ നിൽക്കും. ഇപ്പം ഒരുപാട് ആഡ് കണ്ടിട്ടില്ലേ, പെർ സെമസ്റ്റർ 1.5 ലക്ഷം, കുറഞ്ഞ ലോ ഫീസ് എന്നൊക്കെ പറയുന്നത്. അത് വരുമ്പോൾ എന്താണെന്നറിയോ, അത് കറക്റ്റാണ്. പക്ഷെ അതെന്താണ്, ട്യൂഷൻ ഫീസും ഹോസ്റ്റൽ ഫീസും മാത്രമാണ്. അല്ല, ഇവർ ഇപ്പോൾ അബ്രോഡ് പോകുമ്പോൾ ഒരു നാട്ടിലോട്ട് വരുന്ന എക്സ്പെൻസ് ഒരു കാൽക്കുലേറ്റ് അത് മാത്രമല്ലല്ലോ, ഇപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കണ്ടേ, പോക്കറ്റ് മണി നോക്കണ്ടേ, ഫുഡിൻ്റെ പേയ്മെൻറ്റ് നോക്കണ്ടേ. ഇപ്പോൾ എന്തെങ്കിലും ഇഫ് ദർ ഈസ് എൻ എമർജൻസി ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നാട്ടിലേക്ക് വരേണ്ടി വന്നു. അപ്പം നമുക്കെപ്പോഴും രക്ഷിതാക്കൾക്ക് മാക്സിമം കാൽക്കുലേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ക്ലാസിഫൈ ചെയ്ത് തരാം. ഓക്കെ, അപ്രോക്സിമേറ്റ് കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഈ റഷ്യയിലെ ചില യൂണിവേഴ്സിറ്റികൾ, ഈ പറയുന്ന 5 രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ ഓൺ ആൻ ആവറേജ് ഒരു 30 മുതൽ 35 ലക്ഷം വരെ. ഇപ്പോൾ ജോർജിയ, അസർബൈജാൻ, മോൾഡോവ, ഈജിപ്ത് ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 45 ലക്ഷം മുതൽ 50 ലക്ഷം വരെ. ഇപ്പോൾ ബൾഗേറിയ, റൊമാനിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ചില യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ ഷെങ്കൻ കൺട്രികൾ ഇവിടേക്കൊക്കെ പോകണമെന്ന് വെച്ചെങ്കിൽ ഒരു 60 to 70 lakhs മാക്സിമം. ഞാൻ ഒരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷനാണ് ഞാൻ തരണം. ഇതാണ് ഇതിൻ്റെ എക്സ്പെൻസ് ആയിട്ട് വരിക. ഇനി ഇതിൽ കൂടാം, കുട്ടികളുടെ എക്സ്പെൻസ് പോലെ ഇരിക്കും. പക്ഷെ ഒരു മോഡറേറ്റ് ലെവലിൽ പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് ഇതാണ് എക്സ്പെൻസ് വരിക. ഇത് ഇത്ര തന്നെ വരുമെന്ന് കൃത്യമായ ബോധ്യം രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം. കുറഞ്ഞ ഫീസ് അല്ലെങ്കിൽ ഇപ്പോൾ ഓക്കെ വെറും ട്യൂഷൻ ഫീസ് മാത്രം അറിഞ്ഞ് വെറും ഹോസ്റ്റൽ ഫീസ് മാത്രം, അതാണ് ഒരു ഒഫീഷ്യലി. ഇപ്പോൾ ഓഫ് കോഴ്സ് ഞാനൊരു കമ്പനി, ഒരു കൺസൾട്ടൻസി നടത്തുന്ന ആളാണ്. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒഫീഷ്യലായിട്ട് പറയേണ്ടത് ട്യൂഷൻ ഫീസും അക്കോമഡേഷനും മാത്രമാണ്. പോക്കറ്റ് മണി ഈസ് യുവർ പേഴ്സണൽ എക്സ്പെൻസ് അല്ലേ. ഭക്ഷണത്തിൻ്റെ പേയ്മെൻറ്റ്, മെസ്സ്, ദാറ്റ് ഈസ് യുവർ പേഴ്സണൽ എക്സ്പെൻസ്. ഇതും കൂടെ എന്ത് ചെയ്യണം, നമ്മൾ കണക്കിലെടുത്ത് വേണം മുന്നോട്ട് പോകാനായിട്ട്. കോഴ്സുകളെ പോലെ നമുക്ക് ഈ പാർട്ട് ടൈം ജോബ് നടക്കില്ലല്ലോ, ഒരിക്കലും നടക്കില്ല. കുറേ കുട്ടികൾ ചോദിക്കും പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഉണ്ടാവുമായിരിക്കും, സമയം എവിടെ? നിനക്ക് സമയം വേണ്ടേ? അക്കാഡമിക്സ് ഒരുപാട് ഉള്ളത് കൊണ്ടും ചില സമയത്ത് ഫ്രം മോർണിംഗ് 8 till ഈവനിങ് 6 വരെ പിള്ളേർക്ക് അക്കാഡമിക്കൽ ടൈം ടേബിൾ ഉണ്ടാവും. ഷാരോൺ, ഈ പറഞ്ഞ റീസൺസ് മാത്രമാണോ ഈ സ്റ്റുഡൻസ് അബ്രോഡ് MBBS എന്നുള്ളൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ കാരണം? MBBS അബ്രോഡ് എന്നുള്ളൊരു ഡിസിഷനിലേക്ക് പിള്ളേരെത്താൻ ഒരുപാട് റീസൺസ് ഉണ്ട്. ഒന്ന്, ഓഫ് കോഴ്സ് ഇപ്പോൾ നമ്മളെല്ലാം പറയുന്ന പോലെ അറിയുന്ന പോലെ ഇന്ത്യക്കുള്ളിൽ സീറ്റിൻ്റെ എണ്ണം കുറവ്, കൂടുതൽ ഫീസ്, ഇതൊക്കെ തന്നെയാണ്. പക്ഷേ അതിനെക്കാട്ടി അപ്പുറത്തേക്ക് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ നാട്ടിലെ MBBS കഴിഞ്ഞ ഡോക്ടേഴ്സ് PGക്ക്
സ്പെഷ്യലൈസേഷൻസൊക്കെ വേണ്ടിയിട്ട് കൂടുതലും ഡെവലപ്ഡ് കൺട്രീസ്, വിദേശത്തെ വികസിത രാജ്യങ്ങളാണ് ചൂസ് ചെയ്യണത്. നമ്മുടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന പല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ടെക്നിക്സ്, ലൈക്ക് ഇപ്പോൾ എക്യുപ്മെൻറ്റ്സ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ MRI സ്കാനിങ്, അൾട്രാസോണിക് സൗണ്ട് സ്കാനിങ്, ഇതുപോലത്തെ ഉള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ഫോറിൻ ഇൻവെൻഷൻസ് ആണ്. കൂടുതൽ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ വിദേശ രാജ്യങ്ങളിലാണ്. അല്ല, നമ്മളെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലോട്ട് വന്നതിന് ശേഷമാണല്ലോ ഈ MBBS എന്നുള്ളൊരു കടത്തുവരും ഇന്ത്യയിലോട്ട്. അലോപ്പത്തിക് മെഡിസിൻ. യെസ്, അപ്പോൾ ഈ അലോപ്പത്തിക് മെഡിസിൻ്റെ ഇൻവെൻറ്റേഴ്സ് മൊത്തം വിദേശ രാജ്യങ്ങളിലായതുകൊണ്ട് തന്നെ ഫോറിൻ മെഡിക്കൽ എഡ്യൂക്കേഷന് അങ്ങനൊരു എക്സ്പോഷറും കൂടെ ഉണ്ട്. പക്ഷേ ആ എക്സ്പോഷർ കൃത്യമായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോവാൻ താല്പര്യപ്പെടുന്ന കുട്ടികളാണെങ്കിലേ അതിൻ്റെ ഒരു 100% പൂർണ്ണതയിലേക്ക് അതെത്തുള്ളൂ. വെറുതെ ഫ്രണ്ട്സ് കുറേ പേര് അവിടെ പോകുന്നുണ്ട്, ഞാനും അങ്ങോട്ട് പോവാം, അല്ലെങ്കിൽ ഓക്കെ ഇന്ന രാജ്യത്തിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് കേൾക്കുന്നുണ്ട് എന്നാൽ ഞാനും അങ്ങോട്ട് പോവാം, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകരുത്. പകരം ആലോചിച്ചും ചിന്തിച്ചും അറിഞ്ഞും തീരുമാനമെടുക്കുന്ന കുട്ടികൾ വളരെ കുറവാണിപ്പോൾ. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന കുട്ടികൾക്ക് ഫോറിൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഈസ് എ വെരി ഗുഡ് ഓപ്ഷൻ. ഈ ഫോറിൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ചൂസ് ചെയ്ത ഒരു സ്റ്റുഡൻറ്റിന് അതൊരു റൈറ്റ് ഡിസിഷൻ ആണെന്നുള്ളത് ഒരു 100% നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ റൈറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെലക്ഷനിലാണ്. ഇപ്പോൾ എവിടെയാണ് ഇപ്പം നമുക്ക് കുട്ടികൾക്ക് കൂടുതൽ ആ ഒരു മിസ്റ്റേക്ക് സംഭവിക്കുന്നത്? ഒരുപാട് മേഖലയിൽ വേണ്ടതുണ്ട്, ഒരുപാട് മേഖലയിൽ. ഞാൻ ചോദിക്കട്ടെ, പ്രിസർവ്ഡ് കഡാവേഴ്സ് ഇല്ലാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട്. വേണ്ടത്ര മീൻസ് ഈ ഒരു പ്രിസർവ്ഡ് ഡെഡ് ബോഡി ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, സ്പിരിറ്റിലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ലബോറട്ടറിക്കുള്ളിൽ, ഇതാണ് കഡാവേഴ്സ്. ഇല്ലാത്ത എത്ര രാജ്യങ്ങളുണ്ട്. വളരെ കുറഞ്ഞ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സ്ഥലങ്ങളുണ്ട്, പേഷ്യൻസ് ഉണ്ടാവില്ല, ഹോസ്പിറ്റൽ വിസിറ്റ് കിട്ടില്ല, ക്ലിനിക്കൽ എക്സ്പോഷർ ഉണ്ടാവില്ല, കൃത്യമായിട്ടുള്ള അക്കാഡമിക്കൽ പാറ്റേൺസ് ഫോളോ അപ്പ് ചെയ്യാത്ത രാജ്യങ്ങളും യൂണിവേഴ്സിറ്റികളും ഉണ്ട്. ഇവിടെയാണ് സെലക്ഷൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. എത്ര പേര് ഡീറ്റെയിൽ ആയിട്ടുള്ള സെലക്ഷൻ എടുത്ത് പോകുന്നവരുണ്ട്? എൻ്റെ അറിവിൽ വെരി ലോ ഇൻ നമ്പർ. ബിക്കോസ് നമ്മൾ ഒരുപാട് കുട്ടികളെ കാണുന്നില്ല. ഇപ്പോൾ ഈവൻ മറ്റ് പല രാജ്യങ്ങളിലും അഡ്മിഷൻ എടുത്ത കുട്ടികൾ വരും ജസ്റ്റ് ഫോർ എൻ എൻക്വയറി. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയോ, ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരു അറിവുമില്ല, ഒരു ഇൻഫോർമേഷനും ഇല്ല. അവിടെയാണ് സെലക്ഷൻ പാളി പോകുന്നത്. അങ്ങനെയുള്ള പിള്ളേർ പോയി കഴിഞ്ഞാലാണ് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് അവർക്ക് ഫേസ് ചെയ്യുന്നത്. ഷാരോൺ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പോയിന്റ്സും വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ തന്നെയല്ല ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ടെക്നോളജി വൈസ് ആയിട്ടാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ത്യയിലുണ്ട്. പേഷ്യൻസ് എക്സ്പ്ലോഷർ നമ്മളെ നാട്ടിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഡിസീസസ് നമ്മുടെ ഇന്ത്യയിലുള്ള അത്രയും ഡിസീസസ് വേറെ കൺട്രിയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഈ പറഞ്ഞ കഡാവേഴ്സ്, അത് ഒരുവിധം ഇവിടെ ഇല്ല, ഒരു ഇല്ലാത്തൊരു കോളേജും പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വരുമ്പോൾ ഇപ്പോൾ ഈ അബ്രോഡ് പോകുന്നവർക്ക് ഇപ്പോൾ അവർക്ക് അത്രത്തോളം ഒരു എക്സ്പ്ലോഷർ അവിടെ നിന്ന് കിട്ടുന്നുണ്ടോ ഈ അതർ ദാൻ ഈ ടെക്നോളജി വൈസ് അല്ലാതെ പേഷ്യൻസുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ്, അതുപോലെ ഒരുപാട് മീൻസ് നമുക്കൊരു ക്ലിനിക്കൽ എക്സ്പ്ലോഷർ കിട്ടണമല്ലോ. ഇതൊരു MBBS പ്രോഗ്രാം ആയതുകൊണ്ട് ഇപ്പോൾ നമ്മളത് ബുക്ക് ആൻഡ് പേപ്പർ റൈറ്റ് അത് മാത്രം ബുക്കിൽ പഠിക്കുന്നത് മാത്രം പഠിച്ചാൽ പോരല്ലോ, അവർക്ക് നേരിട്ടത് പ്രാക്ടീസ് ചെയ്യണം, ഓരോ രോഗങ്ങളെ പറ്റി കാണണം. അങ്ങനെയാണല്ലോ ഈ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്. എന്താണോ ചെയ്യുന്ന ജോലി അത് പഠിക്കുന്ന സമയത്ത് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എബ്രോഡ് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നുണ്ട്? ഞാൻ എൻ്റെ എക്സ്പീരിയൻസിന് ഒരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്യാം. ഓക്കെ, ഒന്നല്ല 2 കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള അക്കാഡമിക്കൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന രീതിയാണ് ഇന്ത്യൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഉള്ളത്. ബിക്കോസ് ഒന്ന്, ഇന്ത്യയുടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇപ്പോൾ ഏകദേശം 1.5 കോടിൻ്റെ അടുക്ക് എത്താനായി. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏത് ഹോസ്പിറ്റലിലും ഏത് മെഡിക്കൽ കോളേജിലും മെജോറിറ്റി നല്ല പേഷ്യൻസ് എക്സ്പോഷർ കിട്ടും. ഇൻഫ്രാസ്ട്രക്ചറും വലിയ മോശമില്ല. പഠന സാഹചര്യം ആയിക്കോട്ടെ, ലെക്ചറിങ് ലൈക്ക് ഒരു സ്പൂൺ ഫീഡിങ് സിസ്റ്റം എന്നൊക്കെ പറയാം. ഇപ്പോൾ ലാബിൽ ടീച്ചർ, ലൈബ്രറിയിൽ ടീച്ചർ, ലബോറട്ടറിയിൽ ടീച്ചർ, ടീച്ചേഴ്സ് കുട്ടികളെ നല്ലോണം മോണിറ്റർ ചെയ്യും. ഇങ്ങനൊരു സിസ്റ്റം ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഒരു മെഡിക്കൽ ആസ്പിരൻറ്റിന് വേണ്ടത് ഏകദേശം ഇതുപോലത്തെ ഒരു സിസ്റ്റം തന്നെയാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ ഈ ഗുരുകുല മെത്തേഡിൽ നിന്ന് ഇങ്ങനെ മോഡിഫൈ ഇന്നും അത് ഇന്ത്യയിൽ അത് ഫോളോ ചെയ്യുന്നത്. ഈവൻ MBBS അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യക്കുള്ളിൽ ആകപ്പാടുള്ളത് 786 സംതിങ് മെഡിക്കൽ കോളേജസ് ആണ്.
1,18,000 മെഡിക്കൽ സീറ്റ്സ് ആണ്. 26-27 ലക്ഷത്തിലേറെ പിള്ളേർ ഈ പരീക്ഷ എഴുതുന്നുണ്ട്. സോ കോമ്പറ്റീഷൻ, സീറ്റിൻ്റെ അവൈലബിലിറ്റി. ഇനിയിപ്പോൾ ഉള്ള സീറ്റിൽ തന്നെ ഈ ഒരു ഗവൺമെൻറ് സീറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോട്ട, NRI കോട്ട ഭയങ്കര ഫീസാണ്. സാധാരണക്കാരന് അത് NRIയിൽ ഇപ്പൊ സെൽഫ് ഫിനാൻസിങ് കോട്ട ഒക്കെ ആണെങ്കിൽ ഒരു 7 മുതൽ 11 ലക്ഷത്തോളമൊക്കെ പെർ ഇയർ ഫീസ് വരും. സാധാരണക്കാർക്ക് അത് അഫോർഡബിൾ ആവണമെന്നില്ലല്ലോ. സോ അങ്ങനെ വരുമ്പോഴാണ് ഈ ഫോറിൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ഇമ്പാക്റ്റ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യം മീൻസ് ഈ നമ്പർ ഓഫ് സീറ്റിൽ പിന്നെ ഫീസിൻ്റെ ഹൈക്കിൽ ഇതാണ് അബ്രോഡിലേക്ക് കുട്ടികൾ എത്താനുള്ളൊരു ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് റീസൺ. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെയാണ് കുട്ടികൾ അബ്രോഡിലേക്ക് പോണത്. ഇനി ഇപ്പോൾ പല രാജ്യങ്ങളിലും MBBS അബ്രോഡ് നോക്കുന്ന പലരും ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഇത്രയും ഓപ്പർച്യൂണിറ്റീസും ഇത്രയും കാര്യങ്ങൾ ഇന്ത്യയിലുണ്ട്, പഠിക്കാൻ ഏറ്റവും സുഖവും ഇവിടെയാണ്. പക്ഷേ സീറ്റിന്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ടും പ്രശ്നമുണ്ട്, പിന്നെ സാമ്പത്തികം. ഇനി വേറൊരു കാര്യോട് പറയട്ടെ. ഇപ്പം ഞാൻ അത്യാവശ്യം രാജ്യങ്ങൾ ട്രാവൽ ചെയ്ത് കുട്ടികളുടെ കൂടെ അവിടുത്തെ എക്സ്പീരിയൻസും എക്സ്പോഷറും ഒക്കെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. 1-2 കാര്യങ്ങൾ ശരിയാണ്. ഇപ്പോൾ വേണ്ടത്ര ക്ലിനിക്കൽ എക്സ്പോഷർ, പേഷ്യൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം കിട്ടാത്ത ചില രാജ്യങ്ങളുണ്ട്. കഡാവേഴ്സുമായിട്ട് നേരിട്ട് ഇൻട്രാക്ഷൻ കിട്ടാത്ത ചില രാജ്യങ്ങളുണ്ട്. പ്രോപ്പറായിട്ടുള്ള അക്കാഡമിക്കൽ പാറ്റേൺസ്, അക്കാഡമിക്കൽ ഫോളോ അപ്സ് ഇല്ലാത്ത രാജ്യങ്ങളുണ്ട്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെലക്ഷന് പ്രസക്തി വരുന്നത്. ഇനി ചെറിയ ചില മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ പോലും അതിനൊക്കെ സൊല്യൂഷൻസും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യത്തേക്ക് മെഡിക്കൽ പഠനത്തിന് പോകുന്ന കുട്ടികൾക്ക് ഒബ്സർവർഷിപ്പ് എന്നുള്ളൊരു ടേം ഉണ്ട്. വെക്കേഷൻ ടൈമിൽ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ പുറത്ത് പഠിക്കുന്ന സ്റ്റുഡൻസിന് നാട്ടിൽ ഇവിടുത്തെ ഹോസ്പിറ്റൽസിൽ എന്ത് ചെയ്യാം, വർക്ക് ചെയ്യില്ല, ഒബ്സർവർഷിപ്പ് എടുക്കാം. ലൈക്ക് അവർക്ക് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഡോക്ടറിൻ്റെ കൂടെ നിന്ന് പേഷ്യൻസിനെ എങ്ങനെ ഡയഗ്നോസ് ചെയ്യണേ, എങ്ങനെയാണ് അവരുടെ ഒരു മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ഇന്ത്യയിൽ യെസ് ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അത് എടുക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പം അങ്ങനെ ഒരു ഒബ്സർവർഷിപ്പിലേക്ക് കുട്ടികൾ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ക്ലിനിക്കൽ എക്സ്പോഷറിൻ്റെ പോരായ്മ പരിഹരിക്കാൻ പറ്റും. Another thing is stimulators എന്ന് പറയും, ഡിജിറ്റലൈസ്ഡ് പ്ലാറ്റ്ഫോം. ഈ കഡാവേഴ്സിൻ്റെ ആബ്സെൻസിൽ ഡിജിറ്റലൈസ്ഡ് പ്ലാറ്റ്ഫോം അതും വിദേശ രാജ്യത്ത് കൂടുതൽ അവൈലബിൾ ആണ്. സൊല്യൂഷൻസ് ഒക്കെ ഉണ്ട് ഇതിന്.